ഡെസിമൽ ടു ഒക്ടൽ കൺവേർഷൻ നോക്കാം. ഡെസിമലിന്റെ ബേസ് 10 ആയിരുന്നു. ഇനി നമുക്ക് ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അതിന്റെ ബേസ് എത്രയായിരിക്കും? 8 ആയിരിക്കും. പിന്നെ ഈ ഒക്ടൽ നമ്പർ സിസ്റ്റം നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി 0 തൊട്ട് 7 വരെയുള്ള ഡിജിറ്റ്സ് ആയിരിക്കും യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. 63 ടു ദ ബേസ് 10 അത് നമുക്ക് ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് എന്തിലേക്കാണോ കൺവേർട്ട് ചെയ്യേണ്ടത് അതിന്റെ ബേസ് നോക്കാം. അത് വെച്ചിട്ട് നമുക്ക് തന്നേക്കുന്ന ഈ നമ്പർ ഡിവൈഡ് ചെയ്യാം. പിന്നെ ശ്രദ്ധിക്കണം, നമുക്ക് തന്നേക്കണ ക്വസ്റ്റ്യനിൽ ഫ്രാക്ഷണൽ പാർട്ട് ഒന്നുമില്ല. അപ്പൊ നമുക്ക് നേരെ ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 63 ടു ദ ബേസ് 8. 63 8 ടൈംസ് റിമൈൻഡർ 4 8 1 ടൈം റിമൈൻഡർ 0. ഇതുപോലെ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ അടിയുന്ന മോഡിലേക്ക് റീഡ് ചെയ്യും. അപ്പോൾ എന്തായിരിക്കും ആൻസർ വന്നേ? 104 ടു ദ ബേസ് 8. സിമ്പിളാണ്. നമുക്ക് എന്തിലേക്കാണോ കൺവേർട്ട് ചെയ്യേണ്ടത് അതിന്റെ ബേസ് നോക്കാം. അത് വെച്ചിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. നമുക്ക് ഇങ്ങനെ നോക്കാം. നമുക്ക് മിക്സ്ഡ് പാർട്ട് തന്നെ ചെയ്യാം. വേറെ ഇതിൽ കൺഫ്യൂഷൻ ആവശ്യമൊന്നുമില്ല. കാരണം നമ്മൾ മുമ്പ് ചെയ്ത പോലെ, നമ്മൾ ബൈനറിക്ക് കൺവേർട്ട് ചെയ്ത പോലെ തന്നെ ഇനി ഫ്രാക്ഷണൽ പാർട്ട് വരാണെങ്കിൽ നമുക്ക് എന്തിലേക്കാണോ കൺവേർട്ട് ചെയ്യേണ്ടത് അതിന്റെ ബേസ് വെച്ചിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. പിന്നെ കാണിച്ചു തരാം. ഇന്റിജർ പാർട്ടും ഉണ്ട്, ഫ്രാക്ഷണൽ പാർട്ടും ഉണ്ട്. അങ്ങനെ ഒരു നമ്പർ തരാം. അപ്പോൾ വേറെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. നമ്മൾ സെയിം ചെയ്ത പോലെ തന്നെ, മുമ്പ് നമ്മൾ ബൈനറി കൺവേർട്ട് ചെയ്ത പോലെ തന്നെ നമുക്ക് എന്തിലേക്കാണോ കൺവേർട്ട് ചെയ്യേണ്ടത് അതിന്റെ ബേസ് വെച്ചിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. ഏത് ഫ്രാക്ഷണൽ പാർട്ടിന് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. എക്സാമ്പിൾ കാണിച്ചു തരാം. അപ്പൊ ഒന്നുകൂടി ക്ലിയർ ആവും. ഇപ്പൊ നമ്മൾ നേരത്തെ എടുത്തേക്കണ ഇന്റിജർ പാർട്ട് 68, ഇനി ഒരു ഫ്രാക്ഷണൽ പാർട്ടും കൂടി ഉണ്ട് 0.54 ടു ദ ബേസ് 10. ഇത് നമുക്ക് ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എങ്ങനെ വരും? ഈ 68നെ ഞാൻ ചെയ്യണില്ല, ഓൾറെഡി നമുക്ക് അറിയാലോ ആൻസർ. ഇത് 68 8 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ലാസ്റ്റ് ആൻസർ ഞാൻ എടുത്ത് എഴുതാം. 104 ടു ദ ബേസ് 8. ഇത് നമുക്ക് ഫ്രാക്ഷണൽ പാർട്ട് എഴുതണം. ഓക്കെ, ഫ്രാക്ഷണൽ പാർട്ട് എഴുതാൻ പോവാണ്. നമ്മൾ 0.54 ഇൻറ്റു 8. ഈ 8 എന്തായിരുന്നു? നമുക്ക് എന്തിലേക്കാണോ കൺവേർട്ട് ചെയ്യേണ്ടത് അതിന്റെ ബേസ്. ഓക്കെ, അതിന്റെ ബേസ് വെച്ചിട്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. 0.54 ഇൻറ്റു 8 ഈക്വൽ ടു 4.32. ഇതിൽ ഈ 4 നമ്മൾ മാറ്റി വെച്ചു. ബാക്കി ഏതുള്ള 32 ആണ്. 0.32 ഇൻറ്റു 8 എന്ത് കിട്ടും? 2.56. അതിൽ 2 നമ്മൾ മാറ്റി വെച്ചു. ബാക്കി എന്തുള്ള? ഒരു 0.56 ഉണ്ട്. അത് ഇൻറ്റു 8 ഈക്വൽ ടു 4.48 വന്നു. ഈ 4 നമ്മൾ മാറ്റി വെച്ചു. ഇത് നമ്മൾ വായിക്കുമ്പോൾ 424. ഓക്കെ, ഇപ്പൊ ലാസ്റ്റ് ആൻസർ നമുക്ക് എങ്ങനെ വരും നോക്കാം. 68.54 ടു ദ ബേസ് 10 അത് നമ്മൾ ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 104.424 ടു ദ ബേസ് 8. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ. ശ്രദ്ധിച്ചാൽ മതി. ഒരു ഇന്റിജർ പാർട്ട് മാത്രമായിട്ടുള്ള ഒരു നമ്പർ തരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിവൈഡ് ചെയ്യാം. ഇനി ഫ്രാക്ഷണൽ പാർട്ടും കൂടിയുള്ള നമ്പർ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്രാക്ഷണൽ പാർട്ടിന്റെ മുമ്പുള്ള നമ്പറിനെ നമ്മൾ ഡിവൈഡ് ചെയ്യും, എന്നിട്ട് അത് മാറ്റി വെക്കുക. ഇനി നമ്മൾ ഈ ഫ്രാക്ഷണൽ പാർട്ടിന് ശേഷമുള്ള നമ്പറിനെ നമ്മൾ ബേസ് വെച്ചിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യണം. എന്തിലേക്കാണോ കൺവേർട്ട് ചെയ്യേണ്ടത് അതിന്റെ ബേസ് വെച്ചിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും, എന്നിട്ട് അത് ഒരുമിച്ച് എടുത്ത് എഴുതിയാൽ മതി. ഈ പോയിന്റ് വിട്ടുപോകരുത്. ഓക്കെ, ഈ പോയിന്റ് നമ്മൾ വിട്ടുപോകരുത്. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, അല്ലെങ്കിൽ തെറ്റിപ്പോകും നമ്മുടെ ആൻസർ.